മലപ്പുറം പള്ളിപ്പുറത്ത് യുവാവിനെ കാണാതായിട്ട് ഇന്നേക്ക് 3 ദിവസം. പള്ളിപ്പുറം കുരുന്തല വീട്ടിൽ വിഷ്ണുജിത്തിനെയാണ് കാണാതായത്. വിഷ്ണുവിന്റെ വിവാഹം നടക്കേണ്ടിയിരുന്ന ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഈ മാസം 4-ന് പാലക്കാട് പോയതായിരുന്നു യുവാവ്. വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാനാണെന്ന് പറഞ്ഞാണ് വിഷ്ണു യാത്ര പോയത്. 1 ലക്ഷം രൂപ യുവാവിന്റെ പക്കൽ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെയും സുഹൃത്തിനെയും വിഷ്ണു വിളിച്ചിരുന്നുവെന്നും സഹോദരി പറയുന്നു. ചെറിയ പ്രശ്നമുണ്ട്, അത് തീർത്തിട്ട് വരാമെന്നാണ് മറുപടി പറഞ്ഞതെന്നും എന്നാൽ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞില്ലെന്നും സഹോദരി പറഞ്ഞു. താലിമാലയും മോതിരവും മാത്രമാണ് ഇനി വാങ്ങാനുണ്ടായിരുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നുവെന്നും വിഷ്ണുവിന്റെ സഹോദരി ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി. വെള്ളിയാഴ്ച രാവിലെ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ പെയിന്റിംഗ് പണി നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ. അമ്മയുടെ പക്കൽ നിന്ന് 500 രൂപ വാങ്ങി പുറത്തേക്ക് പോയ വിഷ്ണു പാലക്കാടേക്കാണ് പോയത്. വിഷ്ണുവിന്റെ സഹോദരിയും വധുവും മഞ്ചേരിയിൽ വിവാഹ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനായി പോയിരുന്നത് ഇതേ ദിവസമായിരുന്നു. ഇവർ വരാൻ വൈകിയപ്പോൾ അമ്മ വിഷ്ണുവിനെ വിളിച്ചു. അപ്പോഴാണ് താൻ പാലക്കാടാണ് ഉള്ളതെന്ന് വിഷ്ണു പറഞ്ഞത്. പിന്നീട് രാത്രി 8 മണിയോടെ വിളിച്ച് താൻ പാലക്കാട് നിന്ന് പുറപ്പെടുന്നതേ ഉള്ളൂവെന്നും അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ കിടന്ന ശേഷം രാവിലെ വീട്ടിലേക്ക് വന്നുകൊള്ളാമെന്നും മറുപടി പറഞ്ഞു. എന്നാൽ രാവിലെയും കാണാതായതോടെ വിഷ്ണുവിന്റെ അമ്മ സഹോദരനെ വിളിച്ചപ്പോഴാണ് രാത്രി യുവാവ് അവിടെ എത്തിയില്ല എന്ന മറുപടി ലഭിച്ചത്. ഇതോടെ മകന്റെ പാലക്കാട്ടെ സുഹൃത്തിനെ വിളിച്ചു. പാലക്കാട് നിന്ന് പോകുമ്പോൾ വിഷ്ണുവിന്റെ പക്കൽ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെന്ന് സുഹൃത്ത് അമ്മയോട് പറഞ്ഞു. പിന്നാലെ കുടുംബ പോലീസിൽ പരാതി നൽകി. വിഷ്ണുവിന്റെ സഹോദരിയും ഭർത്താവും പോലീസിനൊപ്പം പാലക്കാട് പുതുശ്ശേരിയിലെത്തി അന്വേഷിച്ചെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുതുശ്ശേരിയിലാണ് വിഷ്ണുവിന്റെ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയതാണ്. അന്വേഷണം തുടരുന്നുവെന്നാണ് പോലീസ് മറുപടി നൽകുന്നത്. നാട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം യുവാവിനായി തെരച്ചിൽ നടത്തുകയാണ്.